ഹോർമുസിലേക്ക് എത്തുന്ന കപ്പലുകൾ ഇന്ന് മുതൽ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകൾ തടയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. യുദ്ധമുഖത്ത് പരാജയപ്പെട്ട പ്രസിഡന്റിന്റെ ഭാഷയാണ് ട്രംപിന്റേതെന്ന് ഇറാൻ പാർലമെന്റ് നാഷണൽ സെക്യൂരിറ്റി തലവൻ ഇബ്രാഹിം അസീസി പറഞ്ഞു. ഉപരോധ തീരുമാനത്തെ പരിഹസിക്കുകയാണ് ഇറാൻ നാവിക മേധാവി. ഹോർമുസിൽ പുതിയ പടയൊരുക്കത്തിലൂടെ ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. ബാരലിന് $100 പിന്നിടുന്ന സാഹചര്യമുണ്ടായി. അജയ് സുധാ ബിജു ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ചർച്ച പരാജയപ്പെടുന്നു, ആ സാഹചര്യം ഉണ്ടാകുന്നു, ഇപ്പോൾ US-ന്റെ ഭീഷണി ഉണ്ടാകുന്നു. അതിനിടയിൽ ഗാലിബഫ് ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നു. കൃത്യമായി ഇറാൻ US-നെ വീണ്ടും കളിയാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. അതിനിടയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയും കൂടുന്നു. നിലവിലത്തെ സാഹചര്യം എന്താണ്? ഹരി, ഈ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം ട്രംപിന്റെ പ്രതികരണം എന്താകുമെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കവുമായാണ് നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലുള്ള കപ്പലുകളെ തടയും എന്നൊരു ഭീഷണി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ ഇത്തരമൊരു ഭീഷണി ഇതിന് മുൻപേ മുന്നോട്ട് വെച്ചത് ഇറാനാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കുന്നത് ഹോർമുസിലുള്ള എല്ലാ കപ്പലുകളെയും തടയും എന്നുദ്ദേശിച്ചല്ല, ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെയും അതുപോലെ തന്നെ അവിടങ്ങളിൽ നിന്ന് ഈ ഹോർമുസ് വഴി മടങ്ങുന്ന കപ്പലുകളെയും തടയുമെന്നാണ് ട്രംപ് ഇതുവഴി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ US സെൻട്രൽ കമാൻഡ് ഇത്തരമൊരു നീക്കം നടത്തുന്നതായിട്ട് അവരും ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞായിരിക്കും ഈ നീക്കം നടത്തുക. ഇത്തരത്തിൽ ഈ കപ്പലുകൾ തടയുന്നതിലൂടെ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുക തന്നെയാണ് ട്രംപിന്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ ടോൾ പിരിക്കുന്നത് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ടോൾ പിരിക്കുന്നതിന് ഇറാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഈ പെട്രോ ഡോളർ കാരണമുള്ള ഒരുപാട് ഉപരോധങ്ങൾ ഉള്ളതിനാൽ തന്നെ ഈ ഡോളറിന് പകരമായി ചൈനീസ് കറൻസിയായ യുവാനും അതുപോലെ തന്നെ ബിറ്റ്കോയിനും ഒക്കെയാണ് ഇറാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പെട്രോ ഡോളറിന് പകരമായി മറ്റൊരു കറൻസി വിപണിയിൽ വരുന്നത് അത് ട്രംപിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ഒരു കാര്യമാണ്. ട്രംപിനെന്നല്ല, അത് US-നെ സംബന്ധിച്ച് തന്നെ വലിയൊരു സാമ്പത്തികമായിട്ട് അവരെ ഒരു ഉപരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു വലിയ നീക്കമാണ്. അപ്പോൾ ഇത്തരമൊരു കാര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് വരികയും അതുപോലെ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്ന കപ്പലുകളെ തടയുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും സെൻട്രൽ കമാൻഡ് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ ഇറാൻ വെറുതെ ഇരിക്കുന്നില്ല. ഇറാനും ശക്തമായിട്ടുള്ള മറുപടി ട്രംപിന് നൽകുന്നുണ്ട്. ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഗൾഫ് തീരങ്ങളിലും അതുപോലെ തന്നെ